അങ്ങനെ ഞങ്ങൾ എത്തി വെട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേയിലേക്ക്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. സോ ചുറ്റിനും ട്രെഞ്ചാണ്, അനിമൽസ് വരാതിരിക്കാനായിട്ട്. അതിന് നടുക്കൂടൊരു പാലമുണ്ട് കടന്ന് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് അകത്ത് പോയി റൂം ടൂർ കാണിച്ചു തരാം ഞാൻ. ഇവിടെ ഇരുന്ന് ഈ റിവറിൻ്റെ വ്യൂ എൻജോയ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. അതുപോലെ അവിടെ ഇരുന്നും ഈ റിവർ എൻജോയ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. ഇതൊരു ബാൽക്കണി സ്പേസ് പോലെയാണ്, 2 പേർക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. അകത്ത് പോയി കഴിഞ്ഞാൽ ഇതും ഒരു ലിവിങ് റൂം പോലെയാണ്. 3 ചെയറുണ്ട്, ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് ലഞ്ച് ഡിന്നർ കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻ. ദിസ് ഈസ് ദ റൂം. സോ ബേസിക്കലി 5 മെമ്പേഴ്സിനായിട്ടുള്ള സ്റ്റേ ആണ്. പക്ഷേ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. സിൻസ് ഞങ്ങളിപ്പോൾ 2 പേരാണ്, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് കിച്ചൺ. ചേട്ടന്മാരെല്ലാവരും ചേർന്ന് നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. കയറാം അല്ലേ, അത് ആ സൈഡാണല്ലേ. അപ്പോൾ ഇവിടെയാണ് കിച്ചൺ. അപ്പോൾ നിങ്ങൾ രാത്രി ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഈ സ്റ്റേക്ക് അറൗണ്ട് 10,000 റുപ്പീസാണ്. ബേസിക്കലി സ്റ്റേ മാത്രമേ ഉള്ളൂ. സ്റ്റേയും പിന്നെ നമ്മൾ ബോട്ടിൽ വന്നില്ലേ ആ ഒരു ആക്ടിവിറ്റിയും പിന്നെ കുറച്ച് ട്രെക്കിംഗ് ഉണ്ട്. ആ ട്രെക്കിങ്ങിന് മാത്രം ചേർന്ന് 10,000 റുപ്പീസാണ്. വർത്ത് ആണ് ആക്ച്വലി. അടിപൊളി ഒരു സ്റ്റേ ആണ്. ഭക്ഷണത്തിനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ്ലി വാങ്ങിച്ച് എല്ലാം കൊടുക്കണം. ചേട്ടന്മാരെല്ലാം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തരും. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് parambikulam.org ഇതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും.